വർഷങ്ങളായി ഇടതുമുന്നണിക്കൊപ്പമാണ് കൊയിലാണ്ടി യാത്ര തുടങ്ങിയത്. നമ്മുടെ സ്ഥാനാർത്ഥി കെ ദാസനാണ് നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ പ്രചരണം? പ്രചരണത്തിൻ്റെ ഒരു അവസാന രംഗത്തേക്ക് കിടക്കുകയാണ്. നല്ല രീതിയിലാണ് ജനങ്ങൾ സമീപിക്കുന്നത്. സ്കൂളുകളെല്ലാം പോകുന്നുണ്ട്. നല്ല പ്രതികരണമാണ് എല്ലാ ഭാഗത്തുള്ളത്. ഈ മണ്ഡലത്തിൽ ഇപ്പോൾ കാര്യമായിട്ട് വികസനം ഇല്ല എന്നാണ് നമ്മളെ UDF ആയാലും BJP ആയും ആരോപിക്കുന്നത്. ഇതിനെതിരെ എന്തായിരുന്നു പ്രതികരണം? ഈ മണ്ഡലത്തിൽ വികസനമില്ലെന്ന് ആരും പറയില്ല. മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനമാണ് നമ്മുടെ ഹാർബർ. കൊയിലാണ്ടി ഹാർബർ ഈ ഇടതുപക്ഷം ഇവിടെ MLA മാരായ സമയത്താണ് കൊണ്ടുവന്നത്. രണ്ടാമത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി, ഈ ആശുപത്രിയുടെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച് രണ്ടാം ഘട്ടം ഇപ്പോൾ 45 കോടിയുടെ വർക്ക് നടക്കുകയാണ്. മൂന്നാമത് നമ്മൾ സ്കൂളുകളെല്ലാം നോക്കിയാൽ മതി. നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ CHSകൾ, PHSകൾ, ഇതുപോലുള്ള എല്ലാ കേന്ദ്രങ്ങളും അതെല്ലാം ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വളരെ നന്നായി നവീകരിച്ചിട്ടുണ്ട്. നല്ല കെട്ടിടങ്ങളായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ റോഡുകൾ, നിങ്ങൾ കാണുന്ന റോഡുകളെല്ലാം ഉണ്ടല്ലോ, എല്ലാ റോഡുകളും റബ്ബറൈസ്ഡ് റോഡുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വികസനമില്ല എന്നെല്ലാം പറയുമ്പോൾ തന്നെ ആളുകളുടെ ഇടയിൽ അതെത്രത്തോളം സ്വാധീനിക്കുമെന്നുള്ളത് അറിയില്ല. എല്ലാ വികസനങ്ങളും നടക്കുന്നു എന്നുള്ളത് പൊതുവേ. ഇപ്പോൾ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് വന്നത് ഞാൻ ചെയർമാനായ കാലത്താണ്. കൊയിലാണ്ടി ടൗൺ ഹാൾ വന്നത് ഞാൻ ചെയർമാനായ കാലത്താണ്. അങ്ങനെ ഇപ്പോൾ കാനത്ത് ജമീല MLA ആയതിനു ശേഷം ഒരുപാട് വർക്ക് വന്നു. ഇവിടെ തോരായിക്കടവ് പാലം, ഉള്ളൂർക്കടവ് പാലം, ഇതെല്ലാം ഇതിൻ്റെ ഉള്ളൂർക്കടവ് പാലം പൂർത്തിയായി. തോരായിക്കടവ് ഏതാണ്ട് ഭാഗികമായി പൂർത്തിയാകാൻ പോവുകയാണ്. തീരദേശ ഹൈവേൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. ദേശീയപാതയിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ടും സർവീസ് റോഡുകളുടെ നവീകരണം MLA കാനത്ത് ജമീല മുൻകൈ എടുത്താണ് ചെയ്തത്. തീർച്ചയായിട്ടും ഈ നടന്നു വരുന്ന വികസനങ്ങളെല്ലാം പൂർണ്ണതയിലെത്താൻ വേണ്ടി ആവശ്യമായ എല്ലാ തീരുമാനമെടുക്കും. ഭാവി കൊയിലാണ്ടിയെ സംബന്ധിച്ചുള്ള തീരുമാനവും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. പുതിയ പദ്ധതികൾ സംബന്ധിച്ച് ഞാനൊരു സമഗ്രമായിട്ടുള്ളൊരു മാനിഫെസ്റ്റോ തയ്യാറാക്കി പ്രകാശനം ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോന്നും അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. അത് വള്ളിപുള്ളി തെയ്യാതെ ഇവിടെ നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അത് ഞാൻ പൂർണ്ണമായും നിർവഹിക്കും. ഇത്തവണയും കൊയിലാണ്ടി ഇടതിനെ തുണയ്ക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി. ക്യാമറമാൻ അനുരാഗിനൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്.